എൻ്റെ 17ാമത്തെ വയസ്സിൽ ആരാണ് അപരാധി എന്ന നാടകത്തിൽ ജമീല എന്ന നായികയായിട്ടാണ് ഞാൻ എൻ്റെ അഭിനയം ആരംഭിച്ചത്. പിന്നെ ഒരു 60 നാടകങ്ങളിലോളം അഭിനയിച്ചു. അപ്പം രാരിച്ചൻ എന്ന പൗരൻ എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യം വരുന്നത്. 19ാമത്തെ വയസ്സിൽ മൊട്ടയടിച്ച് 75 വയസ്സുള്ള ഹാജിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് കാരണം ശ്രീ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അന്ന് നീ ഈ ലോകം കണ്ടു കാണില്ല. ആ നാടകം തെക്കോട്ടൊക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. അതിൽ 18ാമത്തെ വയസ്സിൽ പപ്പടം കൊണ്ട് മുട്ടയുണ്ടാക്കി താടിയൊക്കെ വെച്ച് അപ്പം രംഗത്ത് വരുന്ന സമയത്ത് ഒരു 75 വയസ്സ് കാണും. അത് ഞാൻ സംസാരിക്കുന്നത് തന്നെ മോളെ ഈ ശബ്ദമാണ്. നാടകം കഴിഞ്ഞാൽ ഒരു സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ നടീനടന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ സദസ്സെന്ന് ഒന്നുകൂടെ വരണം എന്ന് പറഞ്ഞ ആളുകൾ ബഹളം ഉണ്ടാക്കും. അത് ഏറ്റവും കൂടുതൽ സ്വീകരണം എനിക്ക് കിട്ടിയ തെക്കാണ്. തെക്ക് വലിയ അത്ഭുതമായിരുന്നു. അന്ന് ട്രിവാൻഡ്രത്തൊക്കെ PK വിക്രമൻ നായർ, CI, കൈനിക്കര സഹോദരന്മാർ, അങ്ങനെ പ്രഗത്ഭരായ അമച്വർ നടന്മാരുണ്ടായിരുന്ന ആ സമയത്ത് അവർക്കൊക്കെ BA MA വാലുകളുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ മലബാറിൽ നിന്ന് കുറേ പേര് പോവുക അവിടെ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിന്. ഈ നാടകം കണ്ടിട്ട് അവരൊക്കെ അമ്പരന്നു. കാരണം ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ബഹളമായി പിൻ ഓഫ് സൈലന്റ് ആയിരുന്നു സദസ്. കാരണം അവർക്ക് ഈ മധ്യ മലബാറിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ നാടകത്തിൻ്റെ ഭാഷ പിടികിട്ടുന്നില്ല, അതുകൊണ്ടാണ് ആരും ഒന്നും അനങ്ങാത്തതെന്നാണ്. പക്ഷെ നാടകം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ, ആദ്യം വന്നത് CI എന്ന് പറഞ്ഞ് ഒരു വലിയ നാടകകാരനുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, അങ്ങേരം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പം ഈ കഥാപാത്രത്തെ കണ്ടിട്ടാണ് TK പരീക്കുട്ടി എടുത്ത രാരിച്ചൻ എന്ന പൗരനിലേക്ക് സംവിധായകൻ ശ്രീ P ഭാസ്കരനായിരുന്നു എന്നെ ആ പടത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചത്.